ഹലോ ഗൈസ്, എൻ്റെ ഇരിക്കുന്നതാണ് ലെനോവോയുടെ എല്ലോക്കി എന്ന് പറഞ്ഞ ലാപ്ടോപ്പ്. ലെനോവോ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ലാപ്ടോപ്പിൻ്റെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് ലെനോവോ. അപ്പോൾ അതിൻ്റെ ഒരു എല്ലോക്കി എന്ന് പറഞ്ഞൊരു സീരീസ്, അത് ലീജിയൻ്റെ ഒരു ലീജിയൻ എന്ന് പറയുന്നത് അവരുടെ ഗെയിമിങ്ങിൻ്റെ ടോപ്പ് ലാപ്ടോപ്പ് സീരീസ്. അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു സീരീസാണ് ലെനോവോ ലീജിയൻ എല്ലോക്കി എന്ന് പറയുന്ന സീരീസ്. അപ്പോൾ അതിൻ്റെ ഒരു ലാപ്ടോപ്പാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇത് എൻവിഡിയ RTX 3050 ഗ്രാഫിക്സ് കാർഡ് വരുന്ന ഒരു ലാപ്ടോപ്പാണ്. നല്ല വെയിറ്റ് ഉണ്ട് ഈ ലാപ്ടോപ്പ്. 2.34 kg വെയിറ്റ് ആണ് വരുന്നത്. നമ്മൾ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി തന്നെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് പറഞ്ഞാൽ. ലെനോവോയുടെ എല്ലാ ലാപ്ടോപ്പും ഇപ്പോൾ നല്ല അടിപൊളി ബിൽഡ് ക്വാളിറ്റിയിലാണ് പറഞ്ഞാൽ. യാതൊരു ഇഷ്യൂസും ബിൽഡ് ക്വാളിറ്റി കാര്യത്തിൽ അവർ കാണിക്കുന്നില്ല. ഇവിടെ നമുക്ക് എല്ലോക്കി എഴുതിയിരിക്കണതാണ്. ഈ സൈഡിലായിട്ട് ലെനോവോ എന്നുണ്ട്. ഇന്റൽ i5 10th Gen HX സീരീസ് ആണ്. H സീരീസ് അല്ല, HX സീരീസ് പ്രൊസസ്സറാണ് ഇതിൽ വരുന്നത്. H സീരീസിനെക്കാൾ മുകളിലുള്ള ഒരു സീരീസാണ് HX. പോർട്ടിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ചാർജിംഗ് പോർട്ട് കാണാം. അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ കേബിൾ കണക്ഷൻ കൊടുക്കുന്ന പോർട്ട്, HDMI പോർട്ട്, പിന്നെ 2 USB പോർട്ട് ഇവിടെ കാണാം. ചാർജറിനെ പറ്റി പറയുമ്പോൾ പെട്ടിക്ക് തന്നെ 170 വാട്ടിന്റെ ചാർജർ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ 140 വാട്ട്സ് വരെ PD ചാർജർ ഇതിനെ സപ്പോർട്ട് ചെയ്യും. മാക്സിമം നിങ്ങൾ ഗെയിമിംഗ് കാര്യങ്ങൾ കളിക്കുമ്പോഴത്തേക്ക് ഒരിക്കലും PD ചാർജർ ഇട്ട് പ്ലഗ് ഇൻ ചെയ്തിട്ട് കളിക്കരുത്. സാധാരണ ഇതിന്റെ കൂടെയുള്ള ചാർജർ പ്ലഗ് ഇൻ ചെയ്ത് വേണം കളിക്കാനായിട്ട് എപ്പോഴും. ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ക്യാമറ ഓഫ് ഓൺ ബട്ടൺ വരുന്നത്. അതുപോലെ തന്നെ USB പോർട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് PD ചാർജർ വെച്ച് അതെങ്കിലും ചാർജ് ചെയ്യാം. അത് ഒരു USB പോർട്ടും കൂടെ വീണ്ടും അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വേറെ എന്താ ഹെഡ്ഫോൺ ജാക്ക് കുത്താനായിട്ടുള്ള ഒരു ഓപ്ഷനും അതിനകത്ത് കാണുന്നുണ്ട്. നല്ല വെയിറ്റ് ആണ് ഇത് ലാപ്ടോപ്പ്. ഒരിക്കലും നിങ്ങൾക്ക് കയ്യിൽ കൊണ്ടു കടന്നൊന്നും വർക്ക് ചെയ്യാനായിട്ടൊന്നും ഈ ലാപ്പ് പറ്റത്തില്ല. അതിന് ഐഡിയ പാഡ് സ്ലിം സീരീസ് എടുക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് കയ്യിലൊക്കെ കൊണ്ട് നടന്ന് വർക്ക് ചെയ്യണം എന്നുള്ളവർക്കൊക്കെ ആ ഒരു ലാപ്ടോപ്പ് എടുക്കുക. പക്ഷെ ഒരിക്കലും നമുക്ക് ഈ ഒരു എല്ലോക്കിയുടെ പെർഫോമൻസ് ഒന്നും നമുക്ക് ഐഡിയ പാഡിൽ കിട്ടത്തില്ല. കാരണം ഇതിനകത്ത് പറഞ്ഞ എൻവിഡിയയുടെ ഗ്രാഫിക്സ് കാർഡും കാര്യങ്ങളൊക്കെയാണ്. സോ അതാണ്. അപ്പോൾ നമുക്കിത് തുറന്നു കഴിഞ്ഞാൽ അല്ലേ, കീബോർഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിനകത്തില്ല. വളരെ നല്ലൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 Hz വരുന്ന IPS LCD ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. 100% sRGB സപ്പോർട്ടും GS സിങ്കിന്റെ സപ്പോർട്ടും ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. വളരെ നല്ല ഡിസ്പ്ലേ ആണ്. 144 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ 8 ക്യാമറ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ക്യാമറ ഓഫ് ചെയ്യാൻ ഓൺ ആക്കാനായിട്ടുള്ള സ്വിച്ച് നമുക്ക് ഇവിടെ സൈഡിൽ സാധിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ആ ഒരു ക്യാമറ ഓൺ ചെയ്താൽ മാത്രം മതി. ആവശ്യമില്ലാത്തപ്പോൾ നമുക്ക് ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ കീബോർഡിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 1.5 mm ഡ്രൈവറിന്റെ ഒരു നല്ലൊരു കീബോർഡ്, ഫുൾ സൈസ് കീബോർഡാണ് വരുന്നത്. നമ്പർ സീരീസ് എല്ലാം ഉള്ളൊരു കീബോർഡാണ്. ട്രാക്ക് പാഡ് ആണെങ്കിൽ തന്നെ വളരെ നല്ലൊരു ട്രാക്ക് പാഡാണ്. ഒബ്വിയസ്ലി നിങ്ങൾ ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതെങ്കിൽ ഗെയിം കളിക്കാനും എഡിറ്റിംഗൊക്കെ ആയിട്ട് ഒരിക്കലും ആ ട്രാക്ക് പാഡ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ ഈ പറഞ്ഞ ട്രാക്ക് പാഡ് യൂസ് ചെയ്യാറില്ല. ഒരു ഗെയിമിംഗ് മൗസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആയാലും അതധികം യൂസ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഭയങ്കര വളരെ നല്ലൊരു ട്രാക്ക് പാഡാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു പവർ ഓൺ പവർ ഓഫ് ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ നല്ലൊരു ലൈറ്റ് എല്ലോക്യൂന്റെ ഒരു LOQ, അതുപോലെ ആ ഒരു ഓയുടെ ഒരു ലോഗോയിലൊക്കെ ഇതൊക്കെ വെച്ചിട്ടാണ് ഒരു ലൈറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഒരു സ്വിച്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ലെനോവോയുടെ സൈറ്റിൽ കയറുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ഗ്രാഫിക്സ് കാർഡ്, ഇപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്നത് RTX 3050 ഗ്രാഫിക്സ് കാർഡാണ്. എന്നാൽ നിങ്ങൾക്ക് അത് മാറ്റിയിട്ട് ഇതിനേക്കാൾ കൂടിയ ഗ്രാഫിക്സ് കാർഡ് വയ്ക്കാം, പ്രൊസസ്സർ മാറ്റാം, RAM കൂട്ടാം, ഡിസ്പ്ലേ മാറ്റാം, പിന്നെ കോഡ് HD ഡിസ്പ്ലേ ഉണ്ട്, അതാക്കാം. ഇത് ഫുൾ HD ആണ്. പിന്നെ കീബോർഡിന്റെ കാര്യമാണെങ്കിൽ തന്നെ RGB ലൈറ്റ് വെക്കാം. അങ്ങനെ ഇതിപ്പോ സിംഗിൾ ലൈറ്റ് ആണ് വരുന്നത്. ഇതിനകത്ത് തന്നെ RGB ലൈറ്റ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലെനോവോയുടെ സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്യും. അത് ഈ പറയുന്ന എല്ലോക്കി സീരീസിനായാലും ലേജൻഡ് സീരീസിനായാലും അങ്ങനെ കുറച്ച് സീരീസിനൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ ലെനോവോ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ അതുപോലെ തന്നെ ലെനോവോയുടെ ഒരു കൂളിംഗ് സിസ്റ്റം ആണെങ്കിലും തെർമൽസ് ഒക്കെ ആണെങ്കിലും നല്ല അടിപൊളിയാണ്. ഹീറ്റിംഗിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഡിസ്പ്ലേ പോർട്ട് 1.4 ആണ് വരുന്നത്. ഇതിന്റെ ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലല്ല ഇരിക്കുന്നത്. കാരണം ഇവരിപ്പോ ഇതിന്റെ കൂളിംഗ് ഔട്ട് എയർ പോകുന്നതെല്ലാം പുറത്താക്കിയിട്ടുണ്ട്. വെന്റിലേഷനൊക്കെ സൈഡിലായിരുന്നു നേരത്തെ വെന്റ്. അപ്പൊ നമ്മൾ മൗസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ സൈഡിൽ ആ ഒരു ചൂട് കാറ്റടിക്കുമായിരുന്നു. എന്നാൽ അതൊക്കെ മാറ്റി ഇപ്പൊ ഒരു ഹണിക്രോം ഗ്രില്ല് പോലത്തെ സംഭവമാണ് പുറകെ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പം തറയിൽ നമ്മളെ മേശയിൽ വെച്ചാൽ തന്നെ പതിഞ്ഞിരിക്കത്തില്ല, ശകലം ഒന്ന് പൊങ്ങിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എയറും കാര്യങ്ങളൊക്കെ ആ ഒരു ചൂട് എയർ വരുന്നതെല്ലാം ഫ്ലോ ആയി പൊയ്ക്കോളും. സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി, നല്ല ഫീൽ കിട്ടുന്ന ഒരു സ്പീക്കറാണ് വരുന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് വളരെ ഭയങ്കരമായിട്ട് സൗണ്ട് കാര്യങ്ങളൊക്കെ വേണം. സൗണ്ട് ഒട്ടും ലൗഡല്ല, ഭയങ്കര ലൗഡല്ല, നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു വോയിസ് ആണ് ഇതിനകത്ത്, സൗണ്ടാണ് ഇതിനകത്ത് വരുന്നത്. കീബോർഡ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വാപ്പബിൾ കീബോർഡ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള കീയും കാര്യങ്ങളൊക്കെ ഇവരെ തന്നെ ലെനോവോയുടെ തന്നെ ഉണ്ട്. അത് നമുക്ക് വാങ്ങിച്ച് ഇതിനകത്ത് നിന്നുള്ള കീ മാറ്റിയിട്ട് കളർ കീസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ടും സാധിക്കും. റാമിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 16 GB റാം ആണ് പറഞ്ഞത്. LPDDR5 ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ 16 GB എന്നുള്ള 32 GB വരെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്.
ഞാൻ പറയുന്നത് അത് നിങ്ങൾ അപ്ഗ്രേഡ് 32GB ആക്കുക എന്നതാണ്. കാരണം കുറച്ചുകൂടെ പവർ നമുക്ക് ഇതിനകത്ത് കിട്ടും, അല്ലെങ്കിൽ തന്നെ നല്ലൊരു പവർ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്കത് 32GB ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫാസ്റ്റർ ആകും. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ലെനോവയുടെ സൈറ്റിൽ കയറുകയാണെങ്കിൽ അതിനകത്ത് തന്നെ ഇത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ലെനോവോ പറയുന്നത് കൊണ്ട് ആരും പറയരുത് ഇത് എനിക്ക് ലാപ്ടോപ്പ് ലെനോവോ ഫ്രീ ആയിട്ട് തന്നതാണ്, ലെനോവയിൽ ഞാൻ പൈസ വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചെയ്യാറൊന്നും ആയില്ല ഈ ചാനലിൽ. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയത്തില്ല. ഇന്റൽ i5 12th ജെന്നിന്റെ പ്രൊസസറാണ് ഇതിനകത്തിരിക്കുന്നത്. 12450HX എന്ന് പറഞ്ഞ സീരീസിൽ പ്രൊസസറാണ് ഇതിനകത്തിരിക്കുന്നത്. വളരെ നല്ല പ്രൊസസറാണ്. ഇപ്പൊ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് 14 ജെന്നിന് ഇപ്പൊ വരുന്നുണ്ട്. 12th ജെൻ ആണെങ്കിൽ പോലും ഇതൊരു വളരെ നല്ലൊരു പ്രൊസസറാണ്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു സൈറ്റിനകത്ത് കയറുകയാണെങ്കിൽ, ലെനോവയുടെ സൈറ്റിനകത്ത് കയറുകയാണെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഏത് പ്രൊസസറാണോ വെച്ചെടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് പറഞ്ഞ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് NVIDIA RTX 3050യുടെ 6GB ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ഗെയിമിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലൊക്കെ ഒരു കുഴപ്പവും ഇതിനകത്ത് വരുന്നില്ല. എന്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ വീഡിയോ എഡിറ്റിംഗ് ആണ്, അതിനൊന്നും യാതൊരു ഇഷ്യൂ ഇതിനകത്തില്ല. പിന്നെ ഗെയിമിങ് അങ്ങനെ അധികം കളിക്കാത്ത ഒരാളാണ്. ഉടുപ്പൊക്കെ കളിക്കണത് മൈൻക്രാഫ്റ്റ് വല്ലപ്പോഴും കളിക്കുക, അത് അടിപൊളിയായിട്ട് ഇതിനകത്ത് സപ്പോർട്ടാകും. എന്റെ ഇരിക്കണ പഴയ ആ ഒരു i3 7th ജെന്നിൽ വരെ സപ്പോർട്ടാകും. ഇപ്പൊ പറഞ്ഞിരിക്കണ അതിൽ വരാതെ മൈൻക്രാഫ്റ്റ് അത്യാവശ്യം ഓടുന്നുണ്ട്. അപ്പൊ പിന്നെ ഇതിനകത്തൊക്കെ സുഖമായിട്ട് അത് ഓടും. 60 വാട്ട് അവറിന്റെ ബാറ്ററിയാണ് ഇതിനകത്തിരിക്കുന്നത്. അത് കുറച്ച് നിങ്ങൾക്ക് 75-80 അവർ വരുന്ന ബാറ്ററി കൊടുക്കാമായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ പുതിയതായിട്ട് ലെനോവയുടെ വാൻറ്റേജ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ഒരു AI ചിപ്പ് അഡീഷണൽ ആയിട്ട് ലെനോവോ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ യൂസിനനുസരിച്ച് സിസ്റ്റം എങ്ങനെ പെർഫോമൻസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ലെനോവയുടെ വാൻറ്റേജ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം CPU മാക്സിമം 4.4 GHz ട്യൂക്ക് ചെയ്തിട്ടുള്ളത്, വിച്ച് ഈസ് മോർ ദാൻ ഇനഫ്. ആൻഡ് 512GB SSD പറഞ്ഞ വേരിയന്റ് ആണ് ഇട്ടേ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം തെർമൽ മോഡ് നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. തെർമൽ മോഡിനകത്ത് പെർഫോമൻസ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ് പ്ലഗിൻ കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ, അതായത് ടോപ്പ് പ്രൊസസർ ഇതിനകത്ത് ഹൈ സ്പീഡിൽ ഫാൻ കറങ്ങും. അതുപോലെ തന്നെ ടോപ്പ് പെർഫോമൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഗെയിമിങ്, ഹൈ ലെവൽ ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ കളിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതാണ് നല്ലത്. ഗെയിമിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് വാലറന്റ് അങ്ങനത്തെ ഒക്കെയാണ്, അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബ്ലാക്ക് സ്മിത്ത് തൂക്കമൊന്നും കാര്യങ്ങളൊന്നും ഇതിനകത്ത് കളിക്കാൻ നടക്കത്തില്ല. ബാലൻസ് മോഡൽ വിത്ത് എനേബിൾ ലെനോവോ ലീജിയൻ AI എഞ്ചിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ആവശ്യത്തിനനുസരിച്ച്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വർക്കാവും, ഗെയിമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വർക്കാവും. അല്ലാതെ ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക നോർമൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് വർക്കാവും. അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നൊരു ഓട്ടോമാറ്റിക് ആയിട്ട് അത് നമ്മൾ ആ ഒരു ലെനോവോ ലീജിയൻ AI എന്ന് പറഞ്ഞൊരു എഞ്ചിൻ വെച്ച് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ചേഞ്ച് ആകുന്നതാണ് ഈ ഒരു ബാലൻസ് മോഡ് വിത്ത് എനേബിൾ AI എഞ്ചിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ. ക്വയറ്റ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ ലോ ആയിട്ട് നമ്മളിപ്പോൾ വെറും യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഫയൽ ചെക്ക് ചെയ്യുക, അങ്ങനത്തെ വേർഡ് യൂസ് ചെയ്യുക, അങ്ങനത്തെ വെറും നൈസ് ആയിട്ടുള്ള യൂസിനൊക്കെ ആണെങ്കിൽ ആ ഒരു മോഡ് ഇട്ടാൽ മതി. ബാറ്ററി ലൈഫ് കൂടും, അതുപോലെ തന്നെ ഫാനിന്റെ സ്പീഡ് കുറയും. അങ്ങനെയൊക്കെ കുറച്ച് ചെറിയ പെർഫോമൻസിൽ പോകണമെങ്കിൽ നമുക്ക് ക്വയറ്റ് മോഡ് ഇടുക. കസ്റ്റം മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനായിട്ട് അതിനകത്ത് സെറ്റ് ചെയ്യാം, എങ്ങനെയായിരിക്കണം പെർഫോമൻസ് ചെയ്യണം എന്നുള്ളത്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ GPU ഓവർ ക്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും, കുറച്ചുകൂടെ പെർഫോമൻസ് വളരെ രീതിയിൽ കൂട്ടാം. നെറ്റ്വർക്ക് ബൂസ്റ്റ്, അതായത് നമ്മളിപ്പോൾ നെറ്റ്വർക്ക് വൈഫൈ എവിടെയും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നെറ്റ്വർക്ക് ബൂസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓണായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വൈഫൈയുടെ സ്ട്രെങ്ത് കൂടുതലും മറ്റു കണക്ട് ചെയ്തിരിക്കുന്നവർക്ക് ആ സ്ട്രെങ്ത് കുറയുകയും ചെയ്യും. അങ്ങനെയാണ്, അതായത് നമുക്ക് കൂടുതൽ ആ ഒരു നെറ്റ്വർക്കിന്റെ ഇത് കിട്ടും. പിന്നെ GPU വർക്കിംഗ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ഹൈബ്രിഡ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ആദ്യം കാണാൻ സാധിക്കുന്നത്. ഹൈബ്രിഡ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് അതിലിട്ട് കഴിഞ്ഞാൽ GPU വർക്കിംഗ് മാക്സ് സ്വിച്ചിലോട്ടാവും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വീഡിയോ എഡിറ്റിംഗിന്റെ കാര്യം ഗ്രാഫിക്സ് കാർഡ് നോക്കിക്കോളും, ഗെയിമിംഗ് കളിച്ചോണ്ടെങ്കിൽ അത് പ്രൊസസ്സർ നോക്കിക്കോളും, അല്ലാത്ത കാര്യങ്ങൾ iGPU നോക്കിക്കോളും. അങ്ങനെയാണ് ആ ഒരു ഹൈബ്രിഡിന്റെ മോഡിൽ വരുന്ന ഓപ്ഷൻസ്. പിന്നെ ഹൈബ്രിഡ് iGPU മോഡ് ഒള്ളി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് ഇടല്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം വളരെ ലോ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഹൈബ്രിഡ് മോഡിൽ തന്നെ ഇട്ടേക്ക്. അങ്ങനെ ഇട്ടിരിക്കുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇപ്പോൾ ഗ്രാഫിക്സ് കാർഡ് ചെയ്യേണ്ട കാര്യം ഗ്രാഫിക്സ് കാർഡ് ചെയ്തോളൂ, പ്രൊസസ്സർ ചെയ്യേണ്ട കാര്യം പ്രൊസസ്സർ ചെയ്തോളൂ, iGPU ചെയ്യേണ്ട കാര്യം iGPU ചെയ്തോളൂ. അപ്പോൾ അത് തനിയെ തന്നെ അതങ്ങ് സംഭവം നടന്നോളൂ. പിന്നെ ടച്ച് പാഡ് ലോക്ക് ചെയ്യേണ്ട സംഭവം കൊടുത്തിട്ടുണ്ട്. സിസ്റ്റം അപ്ഡേറ്റ്, മാക്രോ സ്വിച്ച്, പവറിന്റെ കാര്യം അറിയാനായിട്ടുള്ള സാധനമുണ്ട്. നിങ്ങളിപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൽ RGB ലൈറ്റ്സിന്റെ ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ലീജിയൻ സ്പെക്ട്രം എന്ന് പറഞ്ഞൊരു സംഭവം ഒരു ഓപ്ഷൻ കൂടെ കാണും. ആ ഒരു ഓപ്ഷനകത്ത് നമുക്ക് കളർ ഇഷ്ടമുള്ള രീതിയിൽ മാറ്റാനും ഇടാനൊക്കെ സാധിക്കും. അതുകൊണ്ടാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ
വളരെ അടിപൊളിയായിട്ടൊരു ലാപ്ടോപ്പാണ്. സ്പെക്കിന്റെ കാര്യമാണെങ്കിലും പെർഫോമൻസിന്റെ കാര്യമാണെങ്കിലും ഡിസ്പ്ലേ കാര്യത്തിലാണെങ്കിൽ എന്തിന്റെ കാര്യം നോക്കുകയാണെങ്കിലും വളരെ അടിപൊളിയായിട്ടുള്ളൊരു ലാപ്ടോപ്പാണ്. ബാറ്ററി ലൈഫിനെ പറ്റി പറഞ്ഞാൽ ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഭയങ്കരമായിട്ടുള്ള ബാറ്ററി ലൈഫ് ഒന്നും കിട്ടത്തില്ല. എന്നാൽ അത്യാവശ്യം ബാറ്ററി ലൈഫ് ഇട്ട് 60 വാട്ട് ബാറ്ററിയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. നമുക്കിപ്പം വെറും, അതായത് ഞാൻ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ 33-ൽ ചാർജിനിട്ടു. 15-20 മിനിറ്റ് ഇതിനിടയ്ക്ക് വെച്ചിട്ടാണ് ഫുൾ ചാർജ് ആയത്. അപ്പോൾ അത്രയും പെട്ടെന്ന് 170 വാട്ട്സിന്റെ ആ ഒരു ചാർജർ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. മൈക്രോസോഫ്റ്റിന്റെ കോപ്പൈലറ്റ് AI എന്ന് പറഞ്ഞ ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് സ്വിച്ച് തന്നെ ഇവിടെ ലെനോവോ കൊടുത്തിട്ടുണ്ട് കോപ്പൈലറ്റിന് വേണ്ടി. ആ ഒരു കോപ്പൈലറ്റ് എന്ന് പറഞ്ഞ AI വെച്ച് നമുക്ക് പിക്ചർ ജനറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണോ നമുക്കൊരു AI, അതായത് ChatGPTയോ ജെമിനിയൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു AI ഫീച്ചർ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അടിപൊളി ലാപ്ടോപ്പാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ലെനോവോയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അതിനനുസരിച്ച് റേറ്റിന് വേരിയേഷൻ വരും. ഞാൻ കുറച്ചുകൂടെ സജസ്റ്റ് ചെയ്യുന്നത് i5 13th Gen നിങ്ങൾക്ക് കിട്ടും. കുറച്ചുകൂടെ പൈസ കൂടുതൽ ഇടാനുണ്ടെങ്കിൽ 13th Gen എടുക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ ഇതിനകത്ത് i7 വെച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് രീതിയിൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ ലെനോവോയുടെ സൈറ്റിൽ കൂടെ സാധിക്കും. ഇപ്പോൾ ഒരു സൂപ്പർ ലാപ്ടോപ്പാണിത്. ഗെയിമിങ്ങിനായാലും വീഡിയോ എഡിറ്റിങ്ങിനാണെങ്കിലും സാധാ യൂസിനാണെങ്കിലും എല്ലാത്തിനും കിട്ടുന്ന ലാപ്ടോപ്പ്. ആകെപ്പാട് ഇതിനകത്ത് ഇത്ര വെയിറ്റ് ഉണ്ട്. ഗെയിമിംഗ് ലാപ്ടോപ്പാണ് ഒബിയസ്ലി, അതുകൊണ്ട് തന്നെ വെയിറ്റ് ഉണ്ടാവും. കയ്യിൽ ഇങ്ങനെ കൊണ്ട് കിടന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ കയ്യിൽ നമ്മൾ ചുമന്നുകൊണ്ട് ഇറക്കാനൊക്കെയാണ്, നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകാനൊക്കെ ആണെങ്കിൽ കുറച്ചിത് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാനത്തിന് പോകാൻ അറിയത്തില്ല. പെട്ടെന്ന് നമുക്ക് ഒരിക്കലും ഐഡിയ പാഡ്, ഇതിലെ ലെനോവോയുടെ ഐഡിയ പാഡ് വളരെ വെയിറ്റ് കുറവാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ ഐഡിയ പാഡ് Slim 3യുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് Slim 5 ഉണ്ട് അതിൻ്റെ തന്നെ. അതിനകത്ത് i5 13 Gen പറഞ്ഞ പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ പറയുന്നു, വീണ്ടും നിങ്ങൾ ആ വെയിറ്റ് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ NVIDIAയുടെ ഗ്രാഫിക്സ് കാർഡൊക്കെ ഇതിനകത്താണ് ഇരിക്കുന്നത്. കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് വേണമെങ്കിൽ ഇതെടുക്കുക. സൂപ്പർ ലാപ്ടോപ്പ്. നമ്മുടെ ചാനലിൽ ലാപ്ടോപ്പിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനി വീണ്ടും വീഡിയോസ് കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്കും കൂടെ ചെയ്തേക്കുക.